കോൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലോട് പ്രൊവൈഡ് ചെയ്യാറ് പുതുതായിട്ട് വരുന്ന സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ, കേരള സർക്കാരിൻ്റെയൊക്കെ ജോബ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ആളും സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഇതേ അപ്ഡേറ്റ്സ് അതേ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വന്നിട്ടുള്ളത് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലാണ്, പത്തനംതിട്ട, കേരള പത്തനംതിട്ടയിലാണ് നമ്മുടെ വേക്കൻസീസ്. സോ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലാണ് നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്, നമ്മുടെ കേരളത്തിലാണ് വേക്കൻസി വന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റൻറ്റ്, അതുപോലെ സ്കിൽഡ് സപ്പോർട്ട് സ്റ്റാഫ്, ഈ രണ്ട് തസ്തികകളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പേ ലെവൽ എന്ന് പറയുന്നത് 6ലാണ് വരുന്നത്. 35,400 രൂപയാണ് സ്റ്റാർട്ടിങ് നമ്മുടെ സാലറി ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി മാത്രമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പ്രായപരിധി എന്ന് പറയുന്നത് 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് സ്കിൽഡ് സപ്പോർട്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ശമ്പളം എന്ന് പറയുന്നത് 18,000 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ശമ്പളം വരുന്നത്. ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI പാസ്സായിട്ടുള്ള മതി. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. റിലാക്സേഷൻ എങ്ങനെയാണ് SC/ST ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് 500 രൂപ. അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപയും സ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപയും ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെയും SC/ST വുമൺ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള റെഡ് ബട്ടൺ, അതായത് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആവുന്നതാണ്. അത് ഡ്യൂലി ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര, CARD, കോളമ്പക്കം PO, തടിയൂർ, തിരുവല്ല പിൻകോഡ് കൊടുത്തിട്ട് ആ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കാര്യങ്ങളവിടെ ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ വേണ്ടത് എന്നുള്ളത്. അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ടെസ്റ്റിമോണിയൽസ്, ഏജിൻ്റെ പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി സെൽഫ് അറ്റസ്റ്റഡ് ആക്കിയിട്ട് നമ്മൾ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു എക്സാക്ട് ഡേറ്റ് അല്ല അവർ പറഞ്ഞിട്ടത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ വിൽ ബി 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം 30 ദിവസം വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞിട്ട്. അതായത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്, ഡിസംബർ 11-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈ 11-ാം തീയതി മുതൽ നമുക്ക് 30 ദിവസം കണക്കാകാം. അപ്പോൾ എന്തായാലും അധികം പോവില്ല. ഈ 11-ാം തീയതി, അതായത് 2021 ഡിസംബർ 11-ാം തീയതി മുതൽ 30 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്തരം ജോലികൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് വെക്കാണ്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം നല്ലത്. കാരണം കറക്റ്റ് ഒരു ഡേറ്റ്, ഒരു ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മുതൽ ഇന്നത്തെ ഡേറ്റ് 11-ാം തീയതി മുതൽ 30 ദിവസമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ ജോബ് ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ല കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന നല്ലൊരു ജോലി തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി അതുപോലെ 10ാം ക്ലാസ് പാസ്സവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ശമ്പളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരം ജോലികൾക്ക് താല്പര്യമുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.